ഒരു കൂട്ടുകാരനാണോ ഒത്തിരി കൂട്ടുകാരാണോ നല്ലത്? സ്കൂളിലെ സ്പോർട്സ് ചാമ്പ്യനായ എബി ടീച്ചറോട് ചോദിച്ചതാണ്. ടീച്ചർ ചിരിച്ചു. പിന്നെ പറഞ്ഞു, അടുത്ത് നിൽക്കുന്ന ആപ്പിൾ മരത്തിന്റെ ഏറ്റവും മുകളിലെ കൊമ്പിലെ ആപ്പിൾ പറിച്ചു കൊടുക്കാൻ. എബിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി ദൂരെയായിരുന്നു ആ ആപ്പിൾ. അത് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, നിന്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചോളാം. കൂട്ടുകാരൊക്കെ വന്നു. അവർ പല രീതിയിലും ശ്രമിച്ചു നോക്കി. ഒരാൾ എബിയുടെ തോളിൽ കയറി നിന്നും പറിക്കാൻ ശ്രമിച്ചു. അയാൾ താഴെ വീണതല്ലാതെ ആപ്പിൾ പറിക്കാൻ കഴിഞ്ഞില്ല. അവർ നിരാശരാവാതെ വീണ്ടും ശ്രമിച്ചു. കൂടുതൽ കൂട്ടുകാരെ വിളിച്ചു. അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് കൈകോർത്ത് ഓരോരുത്തരും അവരവരുടെ തോളിൽ കയറി നിന്ന് പിരമിഡ് പോലെ നിന്നുകൊണ്ട് ആപ്പിൾ പറിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവസാനം ആപ്പിളിന് അടുത്തെത്തിയതല്ലാതെ ആപ്പിൾ പറിക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് ടീച്ചർ എല്ലാവരെയും തിരിച്ചു വിളിച്ചു. സാരമില്ല, പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നെ എബിയോടായി പറഞ്ഞു, ഇനി പറയൂ, ഒത്തിരി കൂട്ടുകാരുള്ളതോ ഒരു കൂട്ടുകാരനുള്ളതോ നല്ലത്? എബി പറഞ്ഞു, ഒത്തിരി കൂട്ടുകാരുള്ളത് തന്നെയാണ് നല്ലത്. കുറച്ചുകൂടെ കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ആപ്പിൾ പറിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവസാനം ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഏണി കൊണ്ടുവന്ന് ഈ ആപ്പിൾ മരത്തിൽ ചാരി ആപ്പിൾ പറിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകുമായിരുന്നു. ഒത്തിരി കൂട്ടുകാർ ഉള്ളത് നല്ലതാണ്, എന്നാൽ എണ്ണത്തോടൊപ്പം ഗുണവും പ്രധാനമാണ്. ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല സൗഹൃദങ്ങൾ വ്യക്തിവികാസത്തിൽ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. കൊച്ചു കൂട്ടുകാരുടെ കളിയും ചിരിയും കൂട്ടുകെട്ടും ഒക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഗെയിമിലോ സമൂഹ മാധ്യമങ്ങളിലോ ഒക്കെയായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ക്രമേണ നമുക്ക് മറ്റുള്ളവരുമായി നേരിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്ത് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധം ഒരു മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയേക്കാം. ഇത് തലച്ചോറിലെ മിറർ ന്യൂറോൺസ് അഥവാ ദർപ്പണ കോശങ്ങളുടെ കുറവാണ് കാണിക്കുന്നത് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചൻ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത ഇന്ന് നമ്മോട് ചർച്ച ചെയ്യുന്നത് ഇക്കാര്യമാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുക സ്നേഹത്തിലൂടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും യേശുക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നിങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുവിൻ എന്നാണ്. കണക്റ്റഡ് ടു അതേഴ്സ്, കണക്റ്റഡ് ടു വൺ അനദർ. നിങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടിരിപ്പീൻ, ജീവിതത്തെ ബന്ധിപ്പിക്കുവിൻ എന്നാണ്. ഇതിന് അടിസ്ഥാനമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യമാണ്. യേശുക്രിസ്തു നൽകുന്ന ഒരു പുതിയ കൽപ്പന, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ലവ് വൺ അനദർ. ലവ് വൺ അനദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കണം എന്നാണ്. ഈ വിഷയം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ആളത്വ വികസനത്തിൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഒരു സുപ്രധാന കാര്യത്തിന് അടിവരയിടാനാണ്, ഊന്നിപ്പറയാനാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി ബന്ധിക്കുകയും വേണം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുക? ഒരു വീടിൻ്റെ പശ്ചാത്തലം എടുക്കൂ. വീട്, അമ്മയാണ് ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തു വരുന്നത് ഒരു വീട്ടിൽ. പിന്നെ അപ്പനും, അങ്ങനെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വല്യപ്പച്ചനും വല്യമ്മയും, ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനും മുത്തശ്ശിയും, അതുപോലെ തന്നെ കൂട്ടുകാർ. അപ്പോൾ
നമ്മളുടെ ജീവിതം നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരു വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും, വീടിനടുത്തുള്ള അയൽപക്കം, സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ, സമൂഹത്തിൽ വ്യാപരിക്കുമ്പോൾ മറ്റ് വ്യക്തികൾ, അയൽപക്കക്കാർ എന്നിങ്ങനെ നമ്മളുടെ ജീവിതത്തെ സമൂഹവുമായി നമ്മൾ ബന്ധിക്കുന്നു, മറ്റുള്ളവരുമായി നമ്മളുടെ ജീവിതത്തെ ബന്ധിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ആളത്തെ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പൂർണ്ണമാവില്ല, സമഗ്രമാവില്ല. നമ്മളുടെ മസ്തിഷ്കത്തിൽ മറ്റുള്ളവരുമായി നമ്മളുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നതിന് ഉത്തരവാദിത്വപ്പെട്ട കോശങ്ങളുണ്ട്, ന്യൂറോൺസ് ഉണ്ട്. ഈ കോശങ്ങൾക്ക് ദർപ്പണ കോശങ്ങൾ എന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പേരിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നാഡീശാസ്ത്ര വിഭാഗക്കാർ പേരിട്ടിരിക്കുന്നു. മിറർ ന്യൂറോൺസ്, ദർപ്പണ കോശങ്ങൾ. ഈ ദർപ്പണ കോശങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നിരിക്കട്ടെ, നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകും. ആരെയെങ്കിലും കണ്ടാൽ ഓടി ഒളിച്ച് മുറിക്കകത്ത് കയറിയിരിക്കും. അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതിന് മടി, വർത്തമാനം പറഞ്ഞ് സ്വീകരിക്കുന്നതിന് അലസത, അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രവണത. ഇത് തീർച്ചയായും നമ്മുടെ ആളത്തെ വികസനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നന്നായി പഠിക്കും എന്ന് വിചാരിച്ചുകൊള്ളൂ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യും. നല്ല കുട്ടി, സ്വഭാവത്തിലെല്ലാം നന്നായിരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരുമായി നമ്മൾ ബന്ധിപ്പിക്കുന്നതിന്, ജീവിതത്തെ ബന്ധിപ്പിക്കുന്നതിന് ഒരു മടി, അത് അകന്നു നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായും നമ്മളുടെ ആളത്തെ വികസനം പൂർണ്ണമാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരു രോഗമായി മാറും. സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം എന്നൊരു രോഗം തന്നെ ഉണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പ്രത്യേകം പറയുന്നു. അതൊരു തരം മനസ്സിൻ്റെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സോ ബി കണക്റ്റഡ് ടു അതേഴ്സ്, ട്രൈ ടു ബി കണക്റ്റഡ് ടു അതേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന വേദികൾ നമുക്കുണ്ടാവണം. കളിക്കളം, സംവാദങ്ങൾ, നല്ല സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനുള്ള കൊച്ചു സത്സംഗങ്ങൾ, കൊച്ചു കൂട്ടായ്മകൾ തീർച്ചയായും അതും കൂടെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുംതോറും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നന്നായി പഠിക്കണമെന്ന് ആവശ്യപ്പെടും. എന്നാൽ അവരുടെ ഹോബിക്ക് വേണ്ടി കൊച്ചു കുഞ്ഞാണെങ്കിൽ പാവകൾ വാങ്ങിക്കൊടുക്കും, ടോയ്സ്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മുൻപുള്ള സമൂഹത്തിൽ, എൻ്റെ ചെറുപ്രായത്തിലെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പാവകൾ, ടോയ്സ് ഉണ്ടാക്കുകയായിരുന്നു. വാങ്ങി ഉപയോഗിക്കുകയല്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി അതിൽ സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുകയായി. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഫോണാണ്. അപ്പോൾ വീഡിയോ ഗെയിംസ്, അതുപോലെ തന്നെ എപ്പോഴും ഫോണിൽ കണ്ണുനട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണ്ണുനട്ട് അതിൽ മാത്രം രമിച്ചിരിക്കുന്ന, സന്തോഷിച്ചിരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. പക്ഷേ അതൊരു വലിയ രോഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ആളത്വ വികസനം മുരടിച്ചു പോകാൻ, വളർച്ച ഇല്ലാതെ മുരടിച്ചു പോകാനുള്ള സാധ്യത അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലുണ്ട് എന്ന് കുഞ്ഞുങ്ങൾ തന്നെ തിരിച്ചറിയണം. അതുപോലെ തന്നെ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളുടെ
ആളത്വ വികസനത്തിൽ സുപ്രധാനമായ ഒരു ഘടകമാണ് നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ തന്നെ ബന്ധിപ്പിക്കുക എന്നുള്ളത്. ഇതിന് മനഃശാസ്ത്രത്തിൽ സോഷ്യൽ കൊഗ്നീഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയും. സോഷ്യൽ കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമൂഹത്തെ മനസ്സിലാക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. എനിക്ക് എൻ്റെ കൊച്ചു കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മളുടെ പഠനം പോലുള്ള ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിക്കണം. അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി, കൂട്ടുകാരുമായി നേർക്കുനേർ, ഫോണിലൂടെയല്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെയല്ല, അല്ലാതെ നേർക്കുനേർ കാണുന്നതിന് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് മറിച്ചൊരു പ്രവണത ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് വളരെയേറെ ഉണ്ടല്ലോ. വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കുമ്പോൾ പഠനം പോലും ഓൺലൈനിലൂടെ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു കാലം. കൂട്ടുകാരെ അങ്ങനെ കാണാൻ സാധിക്കുന്നുള്ളൂ, നേരിട്ടത് ഇടപഴകാൻ കഴിയുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചു കൊള്ളണം, നമ്മൾ ഈ കൊറോണ കാലമൊക്കെ കഴിയും, അല്ലെങ്കിൽ നേരത്തെ കൊറോണ കാലം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വിലയിരുത്തണം. തീർച്ചയായും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളുടെ ആളത്വം സമഗ്രവും സമ്പൂർണവും ആകുവാൻ നിങ്ങൾ ബി കണക്റ്റഡ് ടു അതേഴ്സ്. നമ്മളുടെ ദർപ്പണകോശങ്ങൾ പ്രോജ്വലിപ്പിച്ച് നിർത്തുവാൻ നമ്മൾ കൂട്ടുകാരോടുള്ള, സ്നേഹിതരോടുള്ള, കുടുംബത്തിലെ അംഗങ്ങളോടുള്ള ബന്ധം പ്രോജ്വലിപ്പിച്ച് നിർത്തുകയും വേണം. നിങ്ങളിത് ശാന്തമായി ചിന്തിക്കണം. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും വേണം. നിങ്ങളുടെ ആളത്വ വികസനം നിങ്ങൾ വളരും തോറും പൂർണ്ണമായി പ്രോജ്വലിച്ച് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരെയും ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നു. അല്ല അപ്പു, ഇഞ്ഞി തേടിയ പെണ്ണുങ്ങള് കത്തില് നെക്ലേസ് ഇട്ടോട്ട് മാസ്ക് കൂട്ടിട്ട് പോന്ന്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോന്ന ഞാനോടത്തി, എനക്ക് മാസ്ക് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ആരോഗ്യമോ രോഗപ്രതിരോധ ശേഷിയല്ല എനക്കുണ്ട്. നിങ്ങളെ പോലത്തെ ശ്രദ്ധിച്ചാ മതി. ആ, ഈ വിശ്വാസമുള്ള കുറെ എണ്ണം ഇപ്പം കൊറോണ വന്നിട്ട് ആശുപത്രിയിലാ ഉള്ളത്. ഓല് കാരണം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ബുദ്ധിമുട്ടിട്ടാ മോനെ ഉള്ളത്. ഇപ്പൊ ആരിൽ നിന്നും രോഗം പകരാന്ന ആരോഗ്യ വകുപ്പ് പറയുന്നത്. ഇഞ്ചെ വീട്ടിലുമില്ല മോനെ, ഭാര്യയും മക്കളും പ്രായമുള്ള അച്ഛനും അമ്മയെല്ലാം. ഇഞ്ഞി കാരണം ഓലിക്ക് കൊറോണ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മരണം വരാൻ പാവം ഇഞ്ചെ അടുത്തുനിന്ന് പോവൂലേ. ശരിയായ ഞാനോടത്തി, എന്റെ വീട്ടുകാരുടെ കാര്യവും ഞാൻ ഇപ്പോഴാ ഓർമ്മിച്ച്. ഈ ഒരു സാഹചര്യത്തില് ഇനി അത്യാവശ്യം മാത്രമേ ഞാൻ പുറത്തിറങ്ങൂ. ഞാനോടത്തേക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് മക്കൾ. ലോകം മുഴുവൻ കൊറോണക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴും മാസ്ക് വെക്കുന്നതിന്റെ ശരിയായ ഉദ്ദേശം ആർക്കും അറിഞ്ഞുകൂടാ. മാസ്ക് വെക്കുന്ന വ്യക്തിക്ക് രോഗം വരാതിരിക്കുക എന്നതിനേക്കാൾ ഉപരി മാസ്ക് വെക്കുന്ന വ്യക്തിക്ക് രോഗം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുക എന്നതാണ് ശരിയായ ഉദ്ദേശം. അതുകൊണ്ട് ഹോട്ടല്, പലചരക്ക് കട ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ ദയവ് ചെയ്തിട്ട് മാസ്ക് കഴുത്തിലും താടിയുമിലും വെക്കാണ്ട് വായും മൂക്കും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെക്കണേ. ഞാനോടത്തി മനസ്സ് തട്ടിയിട്ട് പറയുന്നാണ്. കൂടിച്ചേരലുകൾ, പൊതുയിടങ്ങളിലെ അനാവശ്യമായ ഇടപെടലുകൾ എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക. നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ വിപത്തിലേക്കായിരിക്കും നയിക്കുക. ഒരു മഹാപുരോഹിതൻ മരിച്ച് അടക്കപ്പെടുമ്പോൾ പ്രാർത്ഥനകൾ വേണ്ട വിധം പൂർത്തീകരിക്കാൻ ഒരു പുരോഹിതൻ പോലും ഇല്ലാതിരിക്കുക. അതിലും വലിയ ഒരു അവഗണന ഒരു മഹാപുരോഹിതന് ലഭിക്കാനുണ്ടോ? എന്നാൽ തെമ്മാടിക്കുഴിയിലും പരിശുദ്ധന്റെ അസ്ഥികൾ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നതാണ് പുണ്യവാനായ മാർ അൽവാറീസിന്റെ ചരിത്രം. അൽവാറീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തായെ കുറിച്ചുള്ള പഠനം, അവസാന ഭാഗം. പ്രിയ കുഞ്ഞുങ്ങളെ, അൽവാറീസ് തിരുമേനി കാലം ചെയ്തത് 1923 സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണെന്ന് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടുവല്ലോ. ആ പുണ്യപിതാവിൻ്റെ വിയോഗവാർത്തയറിഞ്ഞ് ആയിരങ്ങൾ പഞ്ചിം നഗരത്തിലേക്ക് ഒഴുകിയെത്തി. തൻ്റെ സ്നേഹിതർ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്തു.
അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അന്റോണിയോ നൊറോനോയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകൃതമായി. പിതാവിന്റെ ഭൗതിക ശരീരം പഞ്ചിം മുനിസിപ്പൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ആത്മീയത ഉണർത്തുന്ന പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഉന്നതന്മാർ മുതൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന പാവങ്ങൾ ഉൾപ്പെടെ ഇടമുറിയാതെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. പഞ്ചിം മുനിസിപ്പൽ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം നഗരി കാണിക്കൽ ആരംഭിച്ചു. ഈ വിലാപയാത്ര 8 ടേണുകളിലായിട്ടാണ് ക്രമീകരിച്ചത്. സമൂഹത്തിലെ ഉന്നതന്മാർ ഉൾപ്പെടെയുള്ള ഈ 8 ടേണുകൾക്കുള്ള ക്രമീകരണം ചെയ്തത് അറ്റോർണി ജനറൽ മിസ്റ്റർ പെരേരയുടെ നേതൃത്വത്തിലായിരുന്നു. തന്നെ നിരന്തരം പീഡിപ്പിച്ച ഗവർണർ ജനറൽ അൽവാരസ് തിരുമേനി നീതിമാനായിരുന്നു എന്ന് മനസ്സിലാക്കി തനിക്ക് പകരമായി ഒരു ക്യാപ്റ്റനെ അനുശോചനം അറിയിക്കുവാൻ നിയോഗിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വിലാപയാത്ര പഞ്ചിമിലുള്ള സാന്തിനസ് സെമിത്തേരിയിൽ എത്തി. തന്നെ സ്നേഹിച്ചവരും താൻ സ്നേഹിച്ചവരുമായ യാചകരും അഗതികളും ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ നഗരവീഥികളിൽ മാത്രമല്ല സെമിത്തേരിയിലും എത്തിയിരുന്നു. എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്നും തള്ളപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഇടമാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ളതും ഒരു വൈദികൻ പോലും തന്നെ സംസ്കരിക്കുന്നതിന് ഇല്ലായിരുന്നു എന്നുള്ളതും എത്രയോ വേദനാജനകമാണ്. സെമിത്തേരിയിലെ കിഴക്ക് വശത്തുള്ള ഒരു കോണിൽ തന്റെ സ്നേഹിതർ ഭൗതിക ശരീരം സംസ്കാരം ചെയ്തു. ഗോവ മുനിസിപ്പാലിറ്റിയാണ് സംസ്കാരത്തിനുള്ള കുഴി അനുവദിച്ച് നൽകുന്നത്. 3 വർഷമേ അതിന് അവകാശമുള്ളൂ താനും. 3 വർഷത്തിന് ശേഷം മതിലുകളിൽ ഒരുക്കിയിരിക്കുന്ന സെല്ലുകളിൽ ഇത് മാറ്റി നിക്ഷേപിക്കാവുന്നതാണ്. എന്നാൽ 4 വർഷത്തിന് ശേഷം 1927 സെപ്റ്റംബർ 23-ാം തീയതി തൻ്റെ പഴയ സ്നേഹിതർ ആ കുഴിമാടത്തിന് അരികിലെത്തുകയും ഒരസ്ഥികൾ പോലും നഷ്ടപ്പെടാതെ മുഴുവനും കളക്ട് ചെയ്ത് ഒരു കർത്തിയ പേടകത്തിലാക്കി അതേ കുഴിയിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. അവിടെ വലിയൊരു കുരിശ് നാട്ടി മാർബിളിൽ ചരിത്ര രേഖകൾ എഴുതി വെക്കുകയും ചെയ്തു. തുടർന്ന് തന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സ്നേഹിതന്മാർ ക്രമീകരിച്ച ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ബ്രഹ്മവാറിൽ നിന്നും അൽവാരസ് തിരുമേനി പട്ടം നൽകിയ CG കോശി അച്ഛനും 50-ൽ പരം ഭക്തജനങ്ങളും എത്തിയിരുന്നു. അന്നേ ദിവസം അച്ഛൻ കൊങ്ങണി ഭാഷയിൽ നടത്തിയ അനുസ്മരണ പ്രഭാഷണവും മാത്രമല്ല നിരപരാധിയായ നീതിമാനെയാണ് തങ്ങൾ നിന്ദിച്ചത് എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകൾ കുഴിമാടത്തിൽ ചെന്ന് മാപ്പിരുന്നതായി ഉള്ള വാർത്തയും തുടർന്നുള്ള ദിനങ്ങളിലെ ഡയറിയോ ദ നൊയിറ്റ പത്രത്തിലൂടെ പുറത്തു വന്നിരുന്നു. 1960-കളിൽ മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾ ജോലി സംബന്ധമായി ഗോവയിൽ എത്തിച്ചേരുകയും ഓർത്തഡോക്സ് കൂട്ടായ്മകൾ ആരംഭിക്കുകയും ചെയ്തു. അവരുടെ ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുവാനായി മംഗലാപുരത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുരോഹിതർ എത്തിച്ചേരുകയും ലഭ്യമായിരുന്ന ഇടങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിരുന്നു. 1967-ൽ അന്നത്തെ ബാഹ്യ കേരള ഭദ്രാസന മെത്രാപ്പൊലിത്ത ആയിരുന്ന മാത്യൂസ് മാർ അത്താനാസ്യൂസ് തിരുമേനി, പിന്നീട് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ ഗോവ സന്ദർശിക്കുകയും സ്വന്തമായി ഓർത്തഡോക്സ് ദേവാലയം ഇല്ലാതിരുന്ന വിശ്വാസികളെ നേരിൽ കാണുന്നതിനും വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനുമായി സാന്തിനസ് പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു. കുർബാനാനന്തരം അവിടുത്തെ വികാരിയുമായി കുശലാന്വേഷണം നടത്തുകയും അൽവാരസ് തിരുമേനിയെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു. വയോധികനായ വൈദികൻ ഫാദർ ജോയാക്കിം സെമിത്തേരിയിൽ കാട് കയറി കിടക്കുന്ന ഒരിടം കാണിച്ചു കൊടുത്തു. ഉടൻ തന്നെ കാട് വെട്ടിമാറ്റി ശിലാഫലകത്തിൽ കൊത്തിയിരുന്ന പേര് കണ്ട് കബറിടം മനസ്സിലാക്കി. കൂരിരുൾ തെളിഞ്ഞ ദിവ്യ ജ്യോതിസ്. അന്ന് തന്നെ അത്താനാസ്യൂസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ മലങ്കര സഭാ മക്കളുടെ ഒരു യോഗം കൂടുകയും ഗോവയിൽ ഒരു ദേവാലയം പണിത് അൽവാരസ് തിരുമേനിയുടെ ഈ തിരുശേഷിപ്പ് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. പിന്നീട് മാത്യൂസ് മാർ അത്താനാസ്യൂസ് തിരുമേനി മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയായിട്ട് സ്ഥാനമേറ്റു. പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പന പ്രകാരം ബോംബെ അങ്കമാലി ഭദ്രാസന അധിപനായിരുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ തേഫിലോസ് തിരുമേനി ഗോവയിൽ എത്തിച്ചേർന്നു. അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ റൈബന്തറിൽ സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് താൽക്കാലികമായി സ്ഥാപിച്ച ദേവാലയത്തിൽ 1979 ഒക്ടോബർ മാസം 7-ാം തീയതി ഈ തിരുശേഷിപ്പുകൾ മാറ്റി സ്ഥാപിച്ചു.
അന്ന് വികാരിയായിരുന്നത് ദീർഘകാലം ഗോവയിൽ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട ടി ഐസക് ആയിരുന്നു. പിന്നീട് നവീന രീതിയിൽ പണി കഴിപ്പിച്ച് 2001 പരിശുദ്ധ മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ കുദാശ ചെയ്യപ്പെട്ട ഈ ദേവാലയത്തിൽ മദ്ബഹായുടെ ഒരു വശത്തായി മനോഹരമായി നിർമ്മിച്ച കബറിൽ തിരുശേഷിപ്പ് വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നു. മാത്രവുമല്ല, ബ്രഹ്മവാർ ഭദ്രാസനത്തിലെ സെന്റ് മേരീസ് കത്തീഡ്രലിലും ബോംബെ ഭദ്രാസന ആസ്ഥാനമായ വാശി അരമനപ്പള്ളിയിലും തിരുശേഷിപ്പുകൾ ഭക്തി ആദരവോടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൽപ്പന 2008 പരിശുദ്ധ ദീദിമോസ് പ്രഥമൻ ബാബാ തിരുമേനി പുറപ്പെടുവിക്കുകയും അൽവാരസ് തിരുമേനിയുടെ 85ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ബോംബെ ഭദ്രാസന അധിപൻ അഭിയന്യ ഗീറിസ് മാർ കുർലോസ് മെത്രാപ്പോലീത്ത വിശുദ്ധ കുർബാന മധ്യേ ഈ കൽപ്പന വായിക്കുകയും ചെയ്തു. ബോംബെ ഭദ്രാസനത്തിലായിരുന്ന ഈ ദേവാലയം 2010 നടന്ന ഭദ്രാസന രൂപീകരണത്തോടെ ബ്രഹ്മവാർ ഭദ്രാസനത്തിലായി. ഇന്ന് പരിശുദ്ധ സഭയും സഭാമക്കളും അൽവാരസ് തിരുമേനിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും ശ്രമിക്കുന്നു. ഗോവയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാവായ അൽവാരസ് തിരുമേനിയെയും ബ്രഹ്മവാറിൽ കബറടങ്ങിയിരിക്കുന്ന ഫാദർ നൂറോനോയെയും പ്രാദേശിക പരിശുദ്ധന്മാരായി പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2003 മുതൽ 2007 വരെ 3 വർഷക്കാലം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തെ ശുശ്രൂഷിക്കുവാൻ, ഈ പുണ്യവാന്റെ കബറിടത്തിൽ ധൂപാർപ്പണം നടത്തുവാനും ബലഹീനായ എനിക്ക് ലഭിച്ച നിയോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എത്തിച്ചേരുന്ന വിശ്വാസികൾക്കായി തിരിതെളിഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയവും കബറിടവും ആയിരങ്ങളുടെ ആശാകേന്ദ്രവും അഭയസ്ഥാനവുമായി മാറിക്കഴിഞ്ഞു. ഈ പിതാവിന്റെ നാമം ലോകം മുഴുവൻ അറിയുവാൻ നമുക്കും മുഖാന്തരമാകാം. പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കും അഭയം തേടാം. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. ചോദ്യം ഉത്തരം. മാർ അൽവാരസ് യൂലിയോസ് കാലം ചെയ്തത് എന്ന്, എത്രാം വയസ്സിൽ എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം. 1923 സെപ്റ്റംബർ 23-ാം തീയതി 87-ാം വയസ്സിൽ എന്നതാണ് ശരിയുത്തരം. ശരിയുത്തരം അയച്ച എല്ലാവരെയും അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ പരമ്പരയിൽ ആകെ 4 ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തരുന്ന 2 പേർക്ക് പ്രത്യേകം സമ്മാനം. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ചോദ്യം. മാർ അൽവാരസിന്റെ തിരുശേഷിപ്പുകൾ വീണ്ടെടുത്ത് സ്ഥാപിക്കുന്നത് മുതൽ പ്രാദേശിക പരിശുദ്ധ പ്രഖ്യാപനം വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിയോഗം ലഭിച്ച മലങ്കരയുടെ കാതോലിക്കമാർ 4 പേരാണ്. അവർ ആരൊക്കെ? പിതാക്കന്മാരുടെ പേരുകൾ അയക്കുമ്പോൾ ഓർഡർ തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകാരുടെ ഉത്തരങ്ങൾ വാട്സപ്പ് മെസ്സേജായോ ഇമെയിലായോ അയക്കാവുന്നതാണ്. ഉത്തരങ്ങൾ 2020 ഒക്ടോബർ 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി ലഭിക്കണം. ഉത്തരത്തോടൊപ്പം പേരും വിലാസവും ചേർക്കാൻ മറക്കരുത്. മാർ അൽവാരസിനെ കുറിച്ചുള്ള പഠനം അവസാനിക്കുമ്പോൾ ഈ പുണ്യപിതാവിന്റെ 100ാം ഓർമ്മ പെരുന്നാളിനെ കുറിച്ചുള്ള കാര്യം വീണ്ടും ഓർപ്പിക്കട്ടെ. ഈ ത്യാഗോജ്വലമായ ജീവിതം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ആശയങ്ങൾ അയക്കുന്നവർക്ക് പ്രത്യേകം സമ്മാനം ലഭിക്കും. സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. മാർ അൽവാരസിന്റെ അടുത്ത വർഷത്തെ പെരുന്നാളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ എവിടെ നിന്നും 2 പേർക്ക് ഗോവയിലേക്കും തിരിച്ചുമുള്ള ട്രെയിൻ ടിക്കറ്റ്. ഗോവയിൽ 2 ദിവസത്തെ സൗജന്യ താമസം. കൊച്ചു കൂട്ടുകാർക്കും രക്ഷാകർത്താക്കൾക്കും ആശയങ്ങൾ അയക്കാവുന്നതാണ്. താഴെ കാണുന്ന ഇമെയിൽ വിലാസത്തിൽ മാത്രം ആശയം അയയ്ക്കുക. അയക്കുന്ന ആശയങ്ങൾ പൂർണ്ണമായിരിക്കും. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ ഞായർ പള്ളിക്കൂടത്തിന്റെ സമയം അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ബൈ പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.